നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ഈ വീഡിയോ ഏഴര ശനിക്കാലം അനുഭവിക്കുന്നവർക്കും ഇനി അനുഭവിക്കാൻ പോകുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ്. എനിക്കുറപ്പാണ് ഈ വീഡിയോ കണ്ടു തീരുമ്പോഴേക്കും നിങ്ങൾ ഏഴര ശനിയെ ഭയപ്പാടോടെ നോക്കിക്കാണുന്നത് നിർത്തുമെന്ന്. ഏഴര ശനിക്ക് ശേഷം പുറത്തു വരുന്ന മനുഷ്യൻ പഴയ ആളായിരിക്കില്ല. അവൻ കൂടുതൽ ശാന്തനും വിവേകിയും കൂടുതൽ കരുത്തനുമായിരിക്കും. ഒരു കാര്യം ഓർക്കുക, എന്ന് നിങ്ങൾ ശനിദോഷത്തെ ഭയപ്പെടുന്നത് നിർത്തുന്നുവോ അന്നു മുതൽ ശനിദേവൻ നിങ്ങളെ വീഴ്ത്തുന്നതും നിർത്തും. നമ്മുടെ ജീവിതത്തിൽ ജ്യോതിഷപരമായ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഏഴര ശനി എന്ന് കേൾക്കുമ്പോൾ ആദ്യമുണ്ടാകുന്നത് ഭയമാണ്. പലരും ഏഴര ശനിയെ വലിയൊരു ആപത്തായിട്ടാണ് കാണുന്നത്. കുംഭം രാശിക്കാർക്ക് ഇപ്പോൾ ഏഴര ശനി അവസാനിക്കാറായ സമയമാണ്. എന്നിട്ടും പലരും വലിയ ആശങ്കയിലാണ്. ശരിക്കു പറഞ്ഞാൽ ശനിദേവനെ നമ്മൾ എത്രത്തോളം പേടിക്കുന്നുവോ അത്രത്തോളം ആ ഭയം നമ്മളെ തളർത്തും. എപ്പോൾ നിങ്ങൾ ആ പേടി ഉപേക്ഷിക്കുന്നുവോ അന്നു മുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തുടങ്ങും. ഏഴര ശനി എന്നത് നിങ്ങളെ തകർക്കാനുള്ള കാലമല്ല, മറിച്ച് നിങ്ങളെ ജീവിതത്തിൽ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റാനുള്ള കാലമാണ്. സ്വന്തം കർമ്മങ്ങളിൽ വിശ്വാസമില്ലാത്തവരും ആത്മവിശ്വാസം കുറഞ്ഞവരുമാണ് ശനിയെ പേടിക്കുന്നത്. ഒരു നല്ല അധ്യാപകൻ വിദ്യാർത്ഥിയെ പരീക്ഷിക്കുന്നത് അവനെ കൂടുതൽ മിടുക്കനാക്കാനാണ് എന്നതുപോലെയാണ് ശനിദേവനും. ശനിദേവൻ എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങളുടെ വിധികർത്താവാണ്. നാം എന്ത് പ്രവർത്തിക്കുന്നുവോ അതിന്റെ ഫലം നമുക്ക് തിരിച്ചു ലഭിക്കുമെന്ന് പ്രകൃതി നിയമമുണ്ട്. ഈ നിയമം നടപ്പിലാക്കുന്ന ആളാണ് ശനി. നല്ലത് ചെയ്താൽ നല്ല ഫലം ലഭിക്കും. തെറ്റായ വഴികളിലൂടെ പോയാൽ ശനി അത് തിരുത്തി തരും. നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ സ്വയം തിരിച്ചറിയുമ്പോഴാണ് ഏഴര ശനി ജീവിതത്തിൽ എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നമ്മളെ ശുദ്ധീകരിക്കാനും ജീവിതത്തിലെ ശരിയും തെറ്റും പഠിപ്പിക്കാനും ഇത്തരം കാലഘട്ടങ്ങൾ അത്യാവശ്യമാണ്. നാം ചെയ്യുന്ന ജോലിയും പ്രവൃത്തികളും ആത്മാർത്ഥതയോടെ ചെയ്യുക. എല്ലാത്തിനും ഉപരിയായി നമ്മുടെ കർമ്മങ്ങളെ കാണുക. നമ്മുടെ തലവിധി എന്നത് നമ്മുടെ തന്നെ പഴയ കർമ്മങ്ങളുടെ ഫലമാണെന്ന് തിരിച്ചറിയുക. ഏഴര ശനിയെ ഒരു പേടി സ്വപ്നമായി കാണാതെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമായി കാണുക. മാനസികമായി കരുത്തരായിരിക്കുകയും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ ശനിദേവൻ നിങ്ങളെ വീഴ്ത്തുകയല്ല, പകരം ഉയർത്തുകയാണ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഏഴര ശനി എന്ന കാലഘട്ടത്തെ പലരും പേടിയോടെയാണ് കാണുന്നത്. എന്നാൽ കുംഭം രാശിക്കാർക്ക് ഇപ്പോൾ ഈ കാലഘട്ടം അവസാനിക്കാൻ പോവുകയാണ്. കുംഭം രാശിക്കാരുടെ ഏഴര ശനി 2027 ജൂൺ 4 പൂർണ്ണമായും അവസാനിക്കും. ഇപ്പോൾ നിങ്ങൾ ഏഴര ശനിയുടെ 3ാം ഘട്ടത്തിലൂടെയാണ്, അതായത് ശനിദോഷം കുറഞ്ഞു വരുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സാധാരണയായി ഏഴര ശനി വിട്ടുപോകുമ്പോൾ അതുവരെ നൽകിയ കഷ്ടപ്പാടുകൾക്ക് പകരമായി വലിയ നേട്ടങ്ങളും സമ്മാനങ്ങളും നൽകിയിട്ടാണ് പോവുക എന്നാണ് വിശ്വാസം. അത് ചിലപ്പോൾ സമ്പത്താവാം, പുതിയ അറിവാകാം, അല്ലെങ്കിൽ ജീവിതത്തിലെ വലിയൊരു മാറ്റമാവാം. പലരും ഏഴര ശനി മോശമാണെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നു. നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. എനിക്കിപ്പോൾ മോശം സമയമാണ് എന്ന് നിങ്ങൾ എപ്പോഴും വിചാരിച്ചാൽ സംഭവിക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വലിയ ദുരന്തമായി തോന്നും. എന്നാൽ ഈ കാലഘട്ടത്തെ ഒരു പരീക്ഷയായി കണ്ട് അതിനെ നേരിടാൻ തയ്യാറായാൽ ശനി നിങ്ങളെ സഹായിക്കുകയേയുള്ളൂ. പലരും തങ്ങൾക്കെന്തോ ദോഷം ബാധിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും എന്തോ കൂടോത്രം ചെയ്തു എന്ന് പരാതിപ്പെടാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരാൾ അത്തരം ചോദ്യം ചോദിക്കുന്നത് തന്നെ അവരുടെ ഉള്ളിൽ അത്രത്തോളം ഭയമുള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ മനസ്സ് ദുർബലമാകുമ്പോഴാണ് ഇത്തരം ചിന്തകൾ നിങ്ങളെ വേട്ടയാടുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാം ഊർജമാണ്. നിങ്ങളുടെ മനസ്സ് ശക്തമാണെങ്കിൽ ഒരു നെഗറ്റീവ് ഊർജത്തിനും നിങ്ങളെ ബാധിക്കാൻ കഴിയില്ല. ലോകത്തിലെ മറ്റെന്തിനേക്കാളും വേഗതയുള്ളത് നമ്മുടെ ചിന്തകൾക്കാണ്. ആ ചിന്തകളെ പോസിറ്റീവായി നിയന്ത്രിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ലോകത്തെ ജയിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജി കുറയുമ്പോഴാണ് പുറത്തു നിന്നുള്ള ദൃഷ്ടിദോഷങ്ങളും നെഗറ്റീവ് വാക്കുകളും നിങ്ങളെ തളർത്തുന്നത്. നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഊർജം ചോർന്നു പോകുന്നു.
എന്നാൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും ഇരുന്നാൽ ആർക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല. 10 പേർ ചേർന്ന് നിങ്ങൾക്ക് ദോഷം വരണമെന്ന് വിചാരിച്ചാൽ പോലും നിങ്ങളുടെ ആത്മബലം അതിനെയെല്ലാം ചെറുക്കും. ചുരുക്കത്തിൽ കുംഭം രാശിക്കാർക്ക് ഇനി വരാനിരിക്കുന്നത് നല്ല കാലമാണ്. 2027 ഏഴര ശനി അവസാനിക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ കൂടുതൽ പക്വതയുള്ളവരായി മാറിയിട്ടുണ്ടാകും. പേടിയുപേക്ഷിക്കുക, സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. ബാക്കിയുള്ള കാലം ശനിദേവൻ നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കുക. ശനി നിലവിൽ കുംഭം രാശിയുടെ 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ജ്യോതിഷത്തിൽ 2ാം ഭാവം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ കുടുംബം, സാമ്പത്തിക ഭദ്രത, നമ്മുടെ സംസാരം എന്നിവയെല്ലാം ഈ ഭാവത്തെ ആശ്രയിച്ചിരിക്കും. ശനി ഈ ഭാവത്തിൽ നിന്ന് മാറുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ കഴിഞ്ഞ കുറെ കാലമായി ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ അവസാനിക്കാൻ പോവുകയാണ്. ചെറിയ കാര്യങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളും തെറ്റിദ്ധാരണകളും മാറി കുടുംബാംഗങ്ങൾ തമ്മിൽ കൂടുതൽ സ്നേഹത്തിലും ഐക്യത്തിലും കഴിയും. വിവാഹപ്രായമെത്തിയവരുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങും. 2027 ജൂണിന് മുൻപായി അനുയോജ്യമായ ആലോചനകൾ വരാനും വിവാഹം നടക്കാനും വലിയ സാധ്യതയുണ്ട്. സാമ്പത്തികമായി കഷ്ടപ്പെട്ടിരുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന സമയമാണിത്. അടുത്ത 10-11 മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ കാര്യമായ പുരോഗതിയുണ്ടാകും. അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ മാറി ചെറിയ രീതിയിൽ സമ്പാദിക്കാൻ തുടങ്ങും. വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം. ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 4ാം ഭാവത്തിലും 8ാം ഭാവത്തിലും പതിക്കുന്നുണ്ട്. ഇത് 2 പ്രധാന കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ അമ്മയ്ക്ക് മുട്ടുവേദന, ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ, തലകറക്കം എന്നിവ അലട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ കുറവുണ്ടാകും. കുറെ കാലമായി നിങ്ങൾ അലഞ്ഞു നടന്നിരുന്ന അല്ലെങ്കിൽ ഉത്തരം കിട്ടാതിരുന്ന ചില പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ പരിഹാരം ലഭിക്കും. പാരമ്പര്യ സ്വത്തുക്കളുമായോ വാഹനങ്ങളുമായോ ബന്ധപ്പെട്ട തർക്കങ്ങൾ അവസാനിക്കും. ശനിയുടെ 11ാം ഭാവത്തിലെ ദൃഷ്ടി നിങ്ങളുടെ തൊഴിലിനെ സ്വാധീനിക്കും. നിലവിലുള്ള ജോലിയിൽ പ്രമോഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം മാറ്റമോ ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. കഠിനാധ്വാനം ചെയ്താൽ അതിന്റെ പൂർണ്ണ ഫലം ലഭിക്കുന്ന സമയമാണിത്. ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ പറയുന്ന ഫലങ്ങൾ കുംഭം രാശിക്കാരുടെ പൊതുവായ അവസ്ഥയാണ്. എന്നാൽ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ശനിയുടെ സ്ഥിതി അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം. നിങ്ങളുടെ ജാതകത്തിൽ ശനി ശുഭസ്ഥാനത്താണെങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഇരട്ടിയായി ലഭിക്കും. ജാതകത്തിൽ ശനി ദുർബലനാണെങ്കിൽ ഫലങ്ങൾ ലഭിക്കാൻ അല്പം താമസമുണ്ടായേക്കാം. ഏഴര ശനി അവസാനിക്കുന്ന ഘട്ടത്തിൽ ശനിദേവൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ചില ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ ഉണ്ടാകാം. പല്ലുകൾക്ക് അമിതമായ പുളിപ്പ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പല്ലിന്റെയും വായുടെയും ശുചിത്വത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നല്ലതാണ്. മദ്യം, പുകയില തുടങ്ങിയ ശീലങ്ങളുള്ളവർ അത് പരമാവധി കുറയ്ക്കുകയോ പൂർണ്ണമായും ഉപേക്ഷിക്കുകയോ ചെയ്യണം. ഇല്ലെങ്കിൽ തൊണ്ടയിലോ പല്ലിലോ വായയിലോ ഗുരുതരമായ അണുബാധകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ സംസാരത്തെയും ബന്ധങ്ങളെയും ബാധിക്കാം. ദോഷഫലങ്ങൾ കുറയ്ക്കാനും മാനസികമായ കരുത്ത് ലഭിക്കാനും എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. എനിക്ക് നല്ലത് സംഭവിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തെ വർദ്ധിപ്പിക്കും. നീലാഞ്ജന സമാഭാസം എന്ന് തുടങ്ങുന്ന ശനിസ്തോത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് ശനിദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ശിവഭജനം മനസ്സിന് ശാന്തിയും സമാധാനവും നൽകാൻ സഹായിക്കും. ചുരുക്കത്തിൽ നല്ല ശീലങ്ങൾ പാലിക്കുന്നതും ദൈവികമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതും വഴി ഏഴര ശനിക്കാലത്തെ പ്രയാസങ്ങളെ മറികടക്കാൻ നമുക്ക് സാധിക്കും. കുംഭം രാശിക്കാർക്ക് വരാനിരിക്കുന്നത് നല്ലൊരു കാലമാണ്. അതിനായി ശാരീരികമായും മാനസികമായും നമ്മെ തന്നെ ഒരുക്കുകയാണ് വേണ്ടത്. കുംഭം രാശിക്കാർക്കുള്ള ഏഴര ശനിയെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും കുംഭം രാശിക്കാരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.